ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലിംഗത്തിന് ഇങ്ങനെ തല്ലാൻ പാടുണ്ടോ, തല്ലിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ വേണം തല്ലാൻ, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ഉദ്ധരിച്ച് നിൽക്കുന്ന ലിംഗത്തിന് ഇതിനെ പറ്റിയിട്ടൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ കേട്ടോ. സ്വയംഭവം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ ലിംഗത്തിനെ ഉത്തേജിപ്പിക്കുമ്പോഴോ ഒക്കെ വളരെ പതിയൊക്കെ ഇങ്ങനെ തല്ലുന്നത് ഉത്തേജനം കൂട്ടാൻ വേണ്ടിയിട്ടും മാത്രമല്ല നല്ലൊരു ബ്ലഡ് ഫ്ലോ ഒക്കെ ലിംഗത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും. എന്നാൽ വളരെ ഇങ്ങനെ മുറുക്കെ ചിലർക്ക് ഭയങ്കര ഹാർഡായിട്ടൊക്കെ ചെയ്യുമ്പോഴായിരിക്കും ഭയങ്കര സുഖം കിട്ടും. അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്ന ചില പ്രശ്നങ്ങളും ഉണ്ട്. ഇതിന് ട്രോമ ഉണ്ടാകാൻ വേണ്ടിയിട്ട് സാധ്യത, സ്വെല്ലിങ് ഉണ്ടാകാനും ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഹെമറ്റോമ, ഇതിൻ്റെ സ്കിന്നിൻ്റെ അടിയിലൊക്കെ ഉള്ള ഞരമ്പിലേക്ക് ബ്ലഡൊക്കെ ക്ലോട്ടായിട്ട് നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. തല്ലുന്നതിലൂടെ മാത്രമല്ല, ചിലപ്പോൾ നിങ്ങൾ സ്ത്രീ മുകളിലായിട്ട് വരുന്ന പൊസിഷനൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ബെൻഡായി പോവുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ സ്കാർ ടിഷ്യൂസൊക്കെ ഡാമേജ് ഉണ്ടാകും. എൽ ആകൃതിയിലൊക്കെ ഇങ്ങനെ പൈറോണിക് ഡിസീസൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പം വളരെ മുറുക്കം തല്ലുന്നത് നിങ്ങൾക്ക് ഭയങ്കര ഡേഞ്ചറസ് തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾ സ്ത്രീ മുകളിലായിട്ട് വരുന്ന പൊസിഷനൊക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടെ വേണം ചെയ്യേണ്ട, അല്ലാതെ ഫാസ്റ്റായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ബെൻഡാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ സ്ലാപ്പ് ചെയ്യുന്ന അവസരത്തിൽ നിങ്ങൾക്ക് നെർവ് ഡാമേജ് ആകാനുള്ള ചാൻസ് ഉണ്ട്. നെർവ് ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉദാഹരണം ശരിക്കും അങ്ങനെ നിൽക്കത്തില്ല, അല്ലേ? ഉദാഹരണം ശരിയായിട്ട് ഉണ്ടാകത്തില്ല. തൊലിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഉത്തേജനത്തിന് വേണ്ടി, ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ വളരെ പതിയെ സ്ലാപ്പൊക്കെ ചെയ്യുന്ന കുഴപ്പമില്ല, അല്ലാണ്ട് ഹാർഡായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാകും. അതുപോലെ തന്നെ ഈ ഉദ്ധരിച്ച് നിൽക്കുന്ന ഒരു ലിംഗത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ഉദ്ധരിച്ച് നിൽക്കുന്ന ഒരു ലിംഗത്തിൽ ഒരിക്കലും നിങ്ങളിങ്ങനെ വളയ്ക്കാനോ ബെൻഡ് ചെയ്യാനോ പാടില്ല. ഫ്രാക്ചർ ഉണ്ടാകും കേട്ടോ. അവിടെ നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഒരിക്കലും ബെൻഡ് ചെയ്യാൻ പാടില്ല. ഓറലൊക്കെ ചെയ്യുന്ന സമയത്ത് ബൈറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. അത് ഭയങ്കര ഇഞ്ചേർഡ് ആകും. വളരെ സെൻസിറ്റീവായിട്ടുള്ള ഭാഗമാണല്ലേ ഇത്. നിങ്ങൾ ഇതിന് വേണ്ടി ചെയ്യാം, വളരെ പതിയെ റൊട്ടേറ്റൊക്കെ ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം, അല്ലാണ്ട് ബൈറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. അതുപോലെ ലൂബ്രിക്കേഷനൊന്നും ഉപയോഗിക്കുന്നത് ഭയങ്കര ഹാർഡായിട്ട് ഇതിൽ ചെയ്യാൻ വേണ്ടി പാടില്ല. ഇത് നിങ്ങൾക്ക് പലതരത്തിലുള്ള ഇൻഫെക്ഷനും ഡാമേജും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. ഫ്രിക്ഷൻ അധികമായിട്ട് കൊടുക്കാൻ പാടില്ല. നിങ്ങളിപ്പോൾ സ്വയംഭവം ചെയ്യുവാണെങ്കിലോ അല്ലാണ്ടൊക്കെ ചെയ്യുമ്പോഴാണെങ്കിലും ലൂബ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. എന്നാൽ എനിക്ക് അവിടെ കുറച്ച് മണമൊക്കെയാണ്, കുറച്ച് സ്പ്രേ ഒക്കെ അടിച്ചു വിട്ടേക്കുന്നത്. അങ്ങനത്തെ ഫ്രാഗ്രൻസ് ഒന്നും തന്നെ നിങ്ങളവിടെ യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. വളരെ സെൻസിറ്റീവായിട്ടുള്ള ഏരിയയുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ ചില ആളുകൾ ഇതിൻ്റെ ഉള്ളിൽ പ്ലേ ചെയ്യുന്നുണ്ടാവും. അതായത് ഇതിൻ്റെ ഉള്ളിൽ, അതായത് യൂറിത്രൻ്റെ ഓപ്പണിംഗ്, മൂത്രനാളിൻ്റെ ഉള്ളിലൊക്കെ ഉത്തേജിപ്പിക്കുന്ന ആളുകളും അതിൻ്റെ ഉള്ളിൽ ഓരോന്നൊക്കെ ഇട്ടിട്ട് ചെയ്യുന്നു. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല. ചിലപ്പോൾ ചില വിരലുകളൊക്കെ ഇട്ട് വെള്ളം ചെയ്തല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ ഇട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണ്. അങ്ങനെയും ചെയ്യാൻ പാടില്ല കേട്ടോ. ലിംഗത്തെ ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്വയംഭോഗം അല്ലെങ്കിൽ ലൈംഗികത്തിൽ ഏർപ്പെടുമ്പോൾ ഹെൽത്തി ആയിട്ട് ചെയ്തു തരുന്നുണ്ട്. അതുപോലെ തന്നെ മസാജിങ്, നിങ്ങളുടെ ശരിയായിട്ടുള്ളൊരു ബ്ലഡ് ഫ്ലോ നിലനിർത്താൻ വേണ്ടി മസാജിങ്ങും വളരെ നല്ലതാണ്. എന്താണ്, നിങ്ങളുടെ ലിംഗത്തിൻ്റെ യഥാർത്ഥ സൈസിൽ, കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞപ്പോൾ തമ്പുനയിലൊക്കെ കണ്ടുകൊണ്ട് ഒരിക്കലും ലിംഗം വലുതാക്കാൻ പറ്റില്ല, അത് ചേച്ചി 2 തരത്തിൽ പറയുന്നു. അങ്ങനെയല്ല, ലിംഗത്തിൻ്റെ യഥാർത്ഥ സൈസിലേക്കും നിങ്ങൾ ചുരുങ്ങിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടും ഏജിങ് കൊണ്ടും പല രോഗങ്ങൾ കൊണ്ടും ഒക്കെ നമ്മളുടെ ലിംഗം ചുരുങ്ങി പോവാറുണ്ട്. അപ്പോൾ ആ ചുരുങ്ങിപ്പോയി സ്മോക്കിംഗ് ഒക്കെ കൊണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ യഥാർത്ഥ സൈസിലേക്കും ഒക്കെ എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മസാജിങ് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു ആയുഷ് സർട്ടിഫൈഡ് ആയിട്ടുള്ള നേച്ചർ മാനിൻ്റെ ലിഫ്റ്റപ്പ് ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ലതാണ് കേട്ടോ. അത് താഴേന്ന് മുകളിലേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ മസാജ് ചെയ്യാവുന്നതാണ്. നമുക്ക് സ്വയംഭോഗം ചെയ്യുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ലൈംഗികത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പോ ഒക്കെ ഇത് ഉപയോഗിക്കാം കേട്ടോ. ലിംഗത്തിൻ്റെ കട്ടിയും നീളവും ഒക്കെ യഥാർത്ഥ സൈസിലേക്ക് എത്തിക്കണം. എക്സ്ട്രാ വളരും എന്നല്ല കേട്ടോ, യഥാർത്ഥ സൈസിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ ഫംഗ്ഷനൊക്കെ നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് നല്ലതായിട്ട് ലിംഗമൊക്കെ ഉദാഹരണം കൂട്ടാൻ വേണ്ടി നേരമൊക്കെ ലൈംഗികത്തിൽ ഏർപ്പെടാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. സ്ട്രോങ് ആയിട്ട് നിൽക്കാനൊക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ ഫോർസ്കിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾ പുറകോട്ട് സ്കിന്ന് വരാത്ത ആവശ്യമുണ്ടെങ്കിൽ ഇത് തേച്ചിട്ട് നിങ്ങൾ മസാജ് ചെയ്താൽ മതി. അതുപോലെ എന്തെങ്കിലും തരത്തിൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ സ്കിന്നിൻ്റെ അതൊക്കെ മാറ്റാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്കിന്ന് ഭയങ്കര സൂത്താക്കി വെക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അശ്വഗന്ധ, ശതാവരി, ശിലാജിത്ത്, ഗൗഞ്ചിങ്ങളും ഒരുപാട്
ഇറങ്ങിയിട്ടുള്ള സാധനമാണ് ഇത്. ക്ലിനിക്കലി പ്രൂവനുമാണ്. നിങ്ങൾക്ക് ഇത് ആയുഷ് GMB ISO ആയുഷ് സർട്ടിഫൈഡ് ആണ്. അതുകൊണ്ട് സേഫായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് കമൻറ്റായാലും കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടും കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ നെക്സ്റ്റ് ടൈം വിത്ത് എ ന്യൂ ടോപ്പിക്. ബൈ.